നമസ്കാരം. മാസങ്ങൾ നീണ്ട സംഘർഷത്തിനു ശേഷമാണ് അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിലെത്തിയിരിക്കുന്നത്. എന്നാൽ എന്നും ചതി മാത്രം കൈമുതലാക്കിയിരിക്കുന്ന ട്രംപിനെ ഇനിയും ചെന്നായുടെ മുഖമണിഞ്ഞ് ചതി കാണിച്ചാൽ, അതായത് വീണ്ടും ഒരു ചതിക്ക് മുതിർന്നാൽ അത് ഇറാൻ ക്ഷമിക്കും എന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതേണ്ടതില്ല. കാരണം അമേരിക്കയുമായുള്ള പുതിയ കരാറിന് പിന്നാലെ മുന്നറിയിപ്പുമാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വശത്ത് യോഗം നടക്കുന്നതിനിടയിലായിരുന്നു ആദ്യം അമേരിക്ക ആക്രമണം നടത്തിയത്. അപ്പൊ അന്ന് തന്നെ ചതിയുടെ മുഖരൂപം ആരും ട്രംപ് കാണിച്ചിരുന്നു. ആ ചതി വീണ്ടും പിന്തുടർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യാഘാതം തിരിച്ചടിക്കുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും എന്ന താക്കീതാണ് ഇവിടെ ഇറാൻ നൽകുന്നത്. കരാർ വ്യവസ്ഥകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ലംഘനം ഉണ്ടായാൽ പോലും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കരാറിനെ സംശയാസ്പദമായി കാണുന്ന ഇറാൻ തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കടുപ്പിച്ച നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയോട് വിശ്വാസമില്ല, ഒരു കാലത്തും അവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. കാരണം വഞ്ചകനായ ശത്രുവായി അമേരിക്കയെ കാണാൻ മാത്രമേ ഇറാന് സാധിക്കുകയുള്ളൂ. കരാർ നടപ്പിലാക്കുന്നത് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ഈ കരാർ നടപ്പിലാക്കുന്നതിനിടയിൽ ഒരു ചതി പതിയിരിക്കുന്നുണ്ടോ എന്ന സംശയം ഇറാനില്ലാതെയില്ല. ചർച്ചകളുടെ ഓരോ ഘട്ടവും തങ്ങളുടെ കടുത്ത ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. കരാർ ലംഘനം ഉണ്ടായാൽ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വക മുന്നറിയിപ്പുണ്ട്. ഇത് വെറും വാക്കല്ലെന്നും അവർ വ്യക്തമാക്കുന്നു. ഇറാന്റെയും പ്രതിരോധ മുന്നണിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒട്ടും പിന്നോട്ടില്ല. രക്തസാക്ഷികളുടെ ബലിദാനം വെറുതെയാകില്ല എന്നും തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ വിശ്രമമില്ല എന്നും ഇറാൻ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുമെന്നും ഇറാന്റെ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചകൾക്ക് മാത്രമേ ഇനി പ്രസക്തിയുള്ളൂ എന്നും കൗൺസിൽ കൂട്ടിച്ചേർത്തു. കരാർ ഒപ്പുവെച്ചതോടെ യുദ്ധഭീഷണി ഒഴിഞ്ഞുപോയി എങ്കിലും ഇറാൻ ഇപ്പോഴും അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ കരാർ എത്ര കാലം നിലനിൽക്കും എന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നീക്കങ്ങളെ ആശ്രയിച്ചായിരിക്കും. വഞ്ചിക്കപ്പെടാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചതിലൂടെ കരാറിന്റെ പരാജയം വീണ്ടും മേഖലയെ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. നയതന്ത്ര തലത്തിൽ സൗഹൃദത്തിന് ശ്രമിക്കുമ്പോഴും സൈനികമായ തയ്യാറെടുപ്പുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ അവിശ്വാസം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. കരാർ പാലിക്കുമോ അതോ കരാർ ലംഘനത്തിന് ഇറാൻ തിരിച്ചടി നൽകുമോ എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്തായാലും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് മടങ്ങിപ്പോകുമോ അതോ വീണ്ടും ഇതോടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ? എന്തായാലും എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം.